എടാ എടാ നീ വരക്കുവരുന്നാ? ഇടയ്ക്കൊക്കെ വീട്ടിൽ അമ്മ നന്നായിട്ട് വരയ്ക്കും. ഞാനത് കണ്ട് തുടങ്ങിയതാ. പക്ഷെ നല്ല ആർട്ടിസ്റ്റ് ഇപ്പോഴും അമ്മ തന്നെ കേട്ടോ. അത് ശരി, അപ്പൊ നിന്റെ അമ്മ ആർട്ടിസ്റ്റ് ആണല്ലേ? എന്താ ആർട്ടിസ്റ്റ്? നമ്മളെയൊക്കെ വളർത്തി വലുതാക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയാണ് ആർട്ടിസ്റ്റ് ആവാൻ നേരം? അമ്മയുടെ ആർട്ടൊക്കെ ഷോക്കേസിൽ ഒതുങ്ങി പോയിടാ. എടാ എന്നാ പിന്നെ നിനക്കെങ്കിലും ഇതായിട്ട് മുന്നോട്ട് പോകാറുന്നല്ലേ? നീ എന്തിനാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇവിടെ പഠിച്ചാലടാ ലൈഫൊക്കെ സെറ്റ് ആവുള്ളൂ. അമ്മേനെയൊക്കെ ഇനിയെങ്കിലും നന്നായിട്ട് നോക്കണം. പാവം അച്ഛൻ മരിച്ച ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എടാ നിന്റെ ഇമോഷൻ എനിക്ക് മനസ്സിലായി. പക്ഷെ നീ അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് നിനക്ക് താല്പര്യമില്ലാത്തൊരു പണി ചെയ്ത് നീ ഇവിടെ അങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലടാ. ഇന്ന് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റിജു, നിന്റെ പോലെ അത്ര ഈസി അല്ല എൻ്റെ ലൈഫ്. എൻ്റെയും നിൻ്റെയും ജീവിതം തമ്മിൽ ഒരുപാട് വ്യത്യാസം. അസു ഞാൻ സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട് സംസാരിക്കണല്ലാതെ കാര്യമായിട്ട്. എടാ നീ ഒന്ന് ആലോചിക്കും, നിന്റെ അമ്മ നിനക്ക് വേണ്ടിയിട്ട് അമ്മേൻ്റെ പാഷനെല്ലാം മാറ്റി വെച്ച് നിന്നെ ഇത്രയും വളർത്തി വലുതാക്കി. ഇനി നീയും നിന്റെ പാഷൻ അമ്മക്ക് വേണ്ടി സ്പോയിൽ ചെയ്യാന്ന് പറയുമ്പോൾ അത് അമ്മേനെ ഒരിക്കലും ഹാപ്പി ആക്കില്ലടാ. കാര്യമായിട്ട് ഞാൻ പറഞ്ഞ നിനക്ക് നിന്റെ ഡ്രീമിന് ഒരു അവസരം കൊടുത്തൂടെ? അമ്മ ഏതാവില്ല ആഗ്രഹിക്കുന്നുണ്ടാവുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ? നോക്കാടാ.